ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ന്യൂ SRT സീരീസിലെ മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്ര ഭാഗം 1 വരുന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ സംബന്ധമായിട്ടുള്ള ന്യൂ SRT ചാപ്റ്റേഴ്സാണ് പഠിച്ചു വരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5th ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ഈ ഒരു ചാപ്റ്ററാണ്. മാനവ സമൂഹത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവകാശങ്ങളിലും കർത്തവ്യങ്ങളിലും ഒക്കെ അധിഷ്ഠിതമായിട്ടാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അവകാശങ്ങൾ തന്നെ, നിരവധി അവകാശങ്ങൾ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് സംഭാവനയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ബ്രിട്ടനിലെ മാഗ്ന കാർട്ട, അമേരിക്കൻ അവകാശ പത്രിക, ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം, നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം, ഇവിടെ നിന്നൊക്കെ കിട്ടിയതാണ് ആ ഒരു രീതിയിൽ. അപ്പം അത്തരത്തിലുള്ള അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അറിയാം അല്ലേ? അതുപോലെ ചില സുപ്രധാന കടമകളും നമ്മൾ ഇന്ത്യൻ പൗരന്മാർ നിർവഹിക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ ഭരണഘടന ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ മൗലിക അവകാശങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങളെയും കർത്തവ്യങ്ങളെയും കുറിച്ചും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ഭരണഘടന ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ 1949 നവംബർ 25-ന് 1949 നവംബർ 25-ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ നിശ്ചിത ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. അതായത് ഇവിടെ സമത്വം എന്നതും ആവശ്യമാണ്, സ്വാതന്ത്ര്യം ആവശ്യമാണ്, സാഹോദര്യം ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? സാഹോദര്യത്തിന്റെ അഭാവം ഉണ്ടായാൽ അവിടെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതായത് സാഹോദര്യം ഉണ്ടെങ്കിൽ മാത്രമേ സമത്വവും സ്വാതന്ത്ര്യവും ഉണ്ടാവുകയുള്ളൂ. അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിൽ സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കുമെന്ന് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യമില്ലാതെ സമത്വം ഉണ്ടായിട്ട് കാര്യമില്ല. അതുപോലെ തന്നെയാണ് സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സമത്വം ഉണ്ടെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം കൊണ്ടും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എത്താനായിട്ട് സാധിക്കുള്ളൂ. ഇത്തരത്തിൽ ഇവ മൂന്നും തന്നെ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടുന്ന് മനസ്സിലാകുന്നത്. അതായത് സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അംബേദ്കറിന്റെ ഈ വാക്കുകൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിലേക്ക് വരികളാണെന്ന് നമ്മൾ പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 1946 ഡിസംബർ 6-ന് PYQ ആണ് കേട്ടോ. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6-നാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങളുണ്ടായിരുന്നു. 389 അംഗങ്ങളുണ്ടായിരുന്ന സഭ 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായിട്ട് പുനഃസംഘടിപ്പിക്കപ്പെട്ടു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം തന്നെ PYQ ആണ് കേട്ടോ. ഓരോ സ്റ്റേറ്റ്മെന്റും PYQ ആണ്. പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. 1946 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങളായിരുന്നു. പിന്നീട് 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായിട്ട് പുനഃസംഘടിപ്പിക്കപ്പെട്ടു.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും സഹോദരത്തിന്റെയും പ്രാധാന്യം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരന്മാർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മൾ ആമുഖത്തെക്കുറിച്ച് പഠിച്ചതാണ്, നമുക്കറിയാം അല്ലേ? അപ്പോൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഒക്കെ എല്ലാ പൗരന്മാർക്കുമായി സംരക്ഷിക്കുമെന്ന് ആമുഖത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലിക അവകാശങ്ങളായും രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളായും ഇവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ കാര്യം ഇവിടെ പരാമർശിച്ചിട്ടുള്ള നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയൊക്കെ മൗലിക അവകാശങ്ങളിലും അതുപോലെ രാഷ്ട്രത്തിന്റെ നയങ്ങളായിട്ടുള്ള നിർദ്ദേശക തത്വങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങളാണ് ഇവയൊക്കെ. ഇത്തരത്തിൽ പൗരന് വേണ്ടി സംരക്ഷിക്കപ്പെടുമെന്ന് ഭരണഘടന ഉറപ്പു നൽകുന്ന ആശയങ്ങളാണ് ഇവ. അതോടൊപ്പം തന്നെ രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരരായ നാം ഓരോരുത്തരും പാലിക്കേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കർത്തവ്യങ്ങളും, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് അവകാശങ്ങളെ കുറിച്ച് നോക്കാം. റൈറ്റ്സ്. ഇവിടെ ആദ്യം ഒരു സംഭാഷണ ശകലം തന്നിട്ടുണ്ട്, നോക്കാം. ടീച്ചർ, അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് സെമിനാറിൽ പറഞ്ഞു. അത് ഞങ്ങളുടെ അവകാശമല്ലേ? ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്ന് സെമിനാറിൽ പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറയണം, ശരിയാണ്, ഇവയൊക്കെ രാഷ്ട്രം ഭരണഘടനാപരമായി എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ളവയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമുക്കുണ്ട്, ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശവും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അവകാശങ്ങൾ? അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ, അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ് അവകാശങ്ങൾ. അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങൾ, അത് സമൂഹം അംഗീകരിക്കണം, രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിനെ നമ്മൾ അവകാശങ്ങൾ എന്ന് പറയും. വ്യക്തികൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വ്യക്തികളായ നമുക്ക് ഓരോരുത്തർക്കും അവകാശങ്ങളുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ വ്യക്തികളുടെ അവകാശങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തി തരേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമായിട്ടാണ് പറയുന്നത്. ഇവയെല്ലാം, ഇത്തരത്തിലുള്ള അവകാശങ്ങളെല്ലാം നിയമം വഴി നടപ്പിലാക്കി തരേണ്ടത് ഗവൺമെന്റാണ്. അത് ഗവൺമെന്റിന്റെ ചുമതലയായിട്ടാണ് പറയുന്നത്. ഇത്തരത്തിൽ ഗവൺമെന്റ് നമുക്ക് വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള അവകാശങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലൂടെ നിയമം വഴി നടപ്പിലാക്കി തരുന്നതിനായിട്ട് മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഗവൺമെന്റ് നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കി തരണം എന്ന രീതിയിൽ ഒരു നിയമം അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ നിയമം വഴി ഗവൺമെന്റ് ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാം ഓരോരുത്തർക്കും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തി തരുന്നതിനായിട്ട് മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെന്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അവകാശ ലംഘനമുണ്ടായാൽ അതിനുള്ള പരിഹാരവും ഉറപ്പാക്കുന്നു. അതായത് നാം ഓരോരുത്തർക്കും, ജനങ്ങൾക്ക്, വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള അവകാശങ്ങൾ എന്താണ്? പരിപൂർണമായിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെതായ ചില നിയന്ത്രണങ്ങളുണ്ട്. നമ്മുടെ ഈ അവകാശങ്ങൾ നടപ്പിലാക്കി തരേണ്ടത് ഗവൺമെന്റാണ്. ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ വ്യക്തികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്നത്. ഇത്തരത്തിൽ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് നമുക്ക് അവകാശങ്ങളുടെ ഒരു പട്ടികയുണ്ട്. എന്നാൽ ഗവൺമെന്റിനും ഈ പറയുന്നത് പോലെ വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട്. അവയും പ്രത്യേകം എടുത്തു പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമ്മുടെ അവകാശങ്ങളിൽ അധികമായി ആരെങ്കിലും, പരിധിയിലധികം ആരെങ്കിലും കടന്നു വരികയോ അത്തരത്തിലൊരു അവകാശ ലംഘനമോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള പരിഹാരവും ഇവിടെ അവകാശ ലംഘനങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പരിഹാരവും ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. മൗലിക അവകാശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് മനുഷ്യാവകാശങ്ങൾ?
മനുഷ്യാവകാശങ്ങൾ അഥവാ ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ മനുഷ്യരെന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഇത്തരത്തിൽ പറഞ്ഞ ജാതിയുടെയോ മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി ഇതിൻ്റെ ഒന്നും തന്നെ അടിസ്ഥാനത്തിൽ വിവേചനങ്ങളില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് ലോകത്ത് എല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളില്ലാതെ മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നു. ഇതാണ് മനുഷ്യാവകാശങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ മൗലിക അവകാശങ്ങളിലേക്കാണ് കടക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതായത് അന്തർദേശീയ തലത്തിൽ തന്നെ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്ന ചില അവകാശങ്ങളുണ്ട്. അതുപോലെ ഇത് ജനാധിപത്യ സംവിധാനത്തിലേക്ക് വരുമ്പോൾ പൗരന്മാരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും ആവശ്യമായിട്ടുള്ള ചില അവകാശങ്ങളായി കണക്കാക്കുന്ന അവകാശങ്ങളെ നമ്മുടെ രാഷ്ട്രം അംഗീകരിക്കുകയും അവ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. അംഗീകരിച്ചാൽ മാത്രം പോരാ, അംഗീകരിക്കണം, അവ സംരക്ഷിക്കപ്പെടണം, അവ നടപ്പിലാക്കപ്പെടണം. ഇത്തരത്തിൽ അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന അവകാശങ്ങളെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് മൗലിക അവകാശങ്ങൾ വന്നതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിൽ ലോകത്തിൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ അവരവരുടെ ഭരണഘടനയിൽ ചില അവകാശങ്ങളുണ്ട്. എങ്ങനെയാണ്? സാഹചര്യങ്ങൾക്കനുസരിച്ച് അതത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ എന്നോണം അവരുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ മാനവ ചരിത്രത്തിലെ തന്നെ ചില സുപ്രധാന ഏടുകളാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിച്ചിട്ടുള്ളത്. അപ്പോൾ സുപ്രധാന ഏടുകൾ ഏതൊക്കെയാണ്? മനുഷ്യാവകാശങ്ങളുടെ നാൾവഴിയാണ് താഴെ നൽകിയിട്ടുള്ളത്. ഒന്നാമതായിട്ട് മാഗ്ന കാർട്ടയാണ്. 1215 മാഗ്ന കാർട്ട പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മാഗ്ന കാർട്ട. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു മാഗ്ന കാർട്ടയും അതുപോലെ ഇത്തരത്തിൽ ചെറിയ രീതിയിൽ ഇവയുടെ ഒരു അടിസ്ഥാനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് മാഗ്ന കാർട്ട എന്നിവിടെ നൽകിയിട്ടുണ്ട്. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ടിട്ടുള്ള ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു വാക്കിന്റെ അർത്ഥം, മാഗ്ന കാർട്ടയുടെ അർത്ഥം വലിയ പ്രമാണം എന്നാണ്. വലിയ പ്രമാണം എന്നാണ് ഇതിന്റെ അർത്ഥം. രാജാവും രാജാവിന്റെ ഭരണകൂടവും നിയമത്തിനതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണ് മാഗ്ന കാർട്ട. രാജാവും രാജാവിന്റെ ഭരണകൂടവും ഒന്നും നിയമത്തിനതീതരല്ല എന്നാണ് മാഗ്ന കാർട്ട പ്രഖ്യാപിക്കുന്നത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 1215 ഇംഗ്ലണ്ടിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ ഒരു മാഗ്ന കാർട്ടയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ ഒരു രേഖ പ്രകാരം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും അടിസ്ഥാനമായിട്ട് ഈ ഒരു മാഗ്ന കാർട്ട മാറുകയാണ് ഉണ്ടായത്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ
രേഖകളൊക്കെ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യകാല ബ്രിട്ടനിലെ തന്നെ ആദ്യകാല രേഖയാണ് ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ നാൾ വഴി പരിശോധിക്കുമ്പോൾ ആദ്യമായി തന്നെ മാഗ്ന കാർട്ടയാണ് മുന്നിൽ വരുന്നത്. 1215 തുടർന്ന് നമുക്ക് അമേരിക്കൻ അവകാശ പത്രിക പഠിക്കാം. 1789 ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിക്കുന്ന അവകാശ രേഖയാണ് അമേരിക്കൻ അവകാശ പത്രിക. അമേരിക്കൻ അവകാശ പത്രിക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ്. അമേരിക്കൻ അവകാശ പത്രികയിലേക്ക് വരുമ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ബിൽ ഓഫ് റൈറ്റ്സിലാണ് ഭരണഘടനയിൽ അവകാശങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഇവിടെ മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നു. അമേരിക്കൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന തരത്തിലുള്ള മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം, ഇത്തരത്തിലുള്ള അവകാശങ്ങളെല്ലാം അമേരിക്കൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അടുത്തത് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ് ഈ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ചിട്ടുള്ള അവകാശ രേഖയാണ് ഈ പറഞ്ഞ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇവിടെ ഫ്രാൻസിലെ ദേശീയ അസംബ്ലിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. 1789 എന്താണ് ഈ ഒരു പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത്? എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായിട്ടുള്ള അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നു. എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായിട്ടുള്ള അവകാശങ്ങൾ ഈ രേഖ മനുഷ്യാവകാശ പ്രഖ്യാപനം പ്രഖ്യാപിച്ചു നൽകുന്നു. ഇതുകൂടാതെ പൗരന്മാർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ ഒരു പ്രഖ്യാപനം, ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം പറയുന്നുണ്ട്. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. നമ്മുടെ മൗലിക അവകാശത്തിലേക്കുള്ള നാൾവഴികളിലെ അടുത്തതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. 1948 വർഷങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 1948 എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ചിട്ടുള്ള അവകാശ രേഖയാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അങ്ങനെ നമ്മളിവിടെ കണ്ടിട്ടുള്ളത് മൗലിക അവകാശങ്ങളുടെ നാൾവഴികളാണ്. മാഗ്ന കാർട്ടയിലൂടെ 1215 മാഗ്ന കാർട്ടയിലൂടെ ബ്രിട്ടനിൽ നിന്നുള്ള അവകാശങ്ങളെ സംബന്ധിച്ച ആദ്യകാല രേഖയായ മാഗ്ന കാർട്ടയിലൂടെയും 1789 അമേരിക്കൻ അവകാശ പത്രികയിലൂടെയും ഫ്രഞ്ച് വിപ്ലവ സമയത്തെ തുടർന്നുണ്ടായിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 മനുഷ്യാവകാശ പ്രഖ്യാപനം, പിന്നീട് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഇതിലൂടെയെല്ലാം നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത് മനുഷ്യാവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഇത്തരത്തിലെ അവകാശ രേഖകൾ മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിലേക്കുള്ള രൂപീകരണത്തിന് ഏറെ സഹായകരമായിട്ടുള്ള രേഖകളാണ്. പല ജനാധിപത്യ രാജ്യങ്ങളിലെയും ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് ഇവയെല്ലാം ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഭരണഘടനയിലും ചില അവകാശങ്ങളൊക്കെ മൗലിക അവകാശങ്ങൾ എന്നോണം
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങൾ കൊണ്ടാണ് അവകാശങ്ങൾ എന്നതിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത്. അവകാശ നിഷേധം സംഭവിച്ചു. സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ, ഇവയെല്ലാം തന്നെ ഈ പറഞ്ഞ അവകാശ നിഷേധങ്ങളോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുണ്ട്, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള മറ്റ് ഘടകങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ മൗലിക അവകാശങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ മറ്റ് രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവയും നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മൗലിക അവകാശങ്ങളുടെ നാൾവഴികളായിട്ട് നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുള്ള അവകാശ രേഖകളും നമ്മുടെ ഭരണഘടനയിലേക്കുള്ള മൗലിക അവകാശങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ നമ്മുടെ കോളനി ഭരണകാലത്ത്, നമ്മുടെ നാട്ടിലെ കോളനി ഭരണകാലത്ത് അനുഭവിച്ചിട്ടുള്ള അവകാശ നിഷേധങ്ങൾ വലിയൊരു കാരണമാണ്. ലോക സാഹചര്യങ്ങൾ, സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ, ഇതൊന്നും കൂടാതെ മൗലിക അവകാശങ്ങളുടെ നാൾവഴിയായി മാറിയ അവകാശ രേഖകളും മൗലിക അവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി നമ്മുടെ ഭരണഘടനയെ, ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ മനുഷ്യാവകാശങ്ങൾക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണയായിട്ട് നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ഭരണഘടനയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ താഴെ പറയുന്നവയൊക്കെയാണ്. ഒന്നാമതായിട്ട് സമത്വത്തിനുള്ള അവകാശം. അതിനു മുന്നേ നമുക്ക് ഇവിടെ ഒരു ഭാഗം ഭരണഘടനാ ദിനം നൽകിയിട്ടുണ്ട്. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമ്മളിത് നേരത്തെ കണ്ടിരുന്നു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. നമ്മുടെ പ്രിയാമ്പിളിൽ, ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു തീയതി ഏത് എന്നും PSC ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം ഏത് എന്നും ഈ ഒരു ദിവസം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. 1949 നവംബർ 26 ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് നാം ആചരിച്ച് വരുന്നത്. ഓക്കെ, ഇനി മൗലിക അവകാശങ്ങളിലേക്ക് തിരിച്ചു വരാം. മൗലിക അവകാശങ്ങളിൽ ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. റൈറ്റ് ടു ഇക്വാളിറ്റി. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. ഈ അവകാശപ്രകാരം ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല. എടുത്തു പറയുന്നുണ്ട്, മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. ഇതുപോലെ ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതുസ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനവും ഉറപ്പു നൽകുന്നുണ്ട്. പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശപ്രകാരം ഉറപ്പുവരുത്തുന്നതാണ്.
നമ്മുടെ ഭരണഘടനയിലെ ഭാഗം 3 ഈ പറഞ്ഞ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പല തരത്തിലുള്ള ആർട്ടിക്കിളുകളായി, അനുച്ഛേദങ്ങളായിട്ട് ഇത്തരത്തിലുള്ള അവകാശങ്ങളെല്ലാം ചേർത്ത് ഭരണഘടന നമുക്ക് ഇവയെല്ലാം ഉറപ്പാക്കി തരുന്നുണ്ട്. ഇതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇക്വാലിറ്റി ബിഫോർ ലോ എന്നതാണ്. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും, നമ്മുടെ രാജ്യത്ത് നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന നിയമമാണ് സമത്വത്തിനുള്ള അവകാശം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിധത്തിലുള്ള വിവേചനവും പാടില്ല. ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിനു മുന്നിൽ സമത്വം, അതുപോലെ നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നത് ഉറപ്പാക്കുന്നുണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞ മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല എന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 15 പ്രകാരമാണ് ഈ ഒരു അവകാശം നമുക്ക് ഉറപ്പു നൽകുന്നത്, വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. അടുത്തത് നമ്മൾ പറഞ്ഞത് ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതുസ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനം ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 15(2) പ്രകാരമാണ് ഈ ഒരു അവകാശം നമുക്ക് ലഭിക്കുന്നത്. പൂർണ്ണമായോ ഭാഗികമായോ രാഷ്ട്രത്തിന്റെ സമ്പത്ത് കൊണ്ട് സംരക്ഷിക്കുന്നവയോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളവയോ ആയിട്ടുള്ള ഒന്നിലും തന്നെ യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്ന് പറയുന്നുണ്ട്. പൊതുജോലികളിലെ അവസര സമത്വം ആർട്ടിക്കിൾ 16 പരാമർശിക്കുന്നത്. അവസര സമത്വമാണ്. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ, അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16. തൊട്ടുകൂടായ്മ നമ്മൾ കേട്ടിട്ടുണ്ട്. അയിത്ത നിർമാർജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിരോധനം കൊണ്ടുവന്നിട്ടുള്ളത്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നത് ആർട്ടിക്കിൾ 18 പ്രകാരമാണ്. തലക്കെട്ടുകളുടെ നിരോധനമാണ്. അതായത് സൈനികമോ വിദ്യാഭ്യാസപരമോ ആയിട്ടുള്ള തലക്കെട്ടുകൾ ഒഴികെ ബാക്കിയുള്ള മറ്റു ഒരു തരത്തിലുള്ള ബഹുമതികളും പേരിനൊപ്പം ചേർക്കാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 18 അനുശാസിക്കുന്നുണ്ട്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നു. ഇത്തരത്തിൽ സമത്വത്തിനുള്ള അവകാശം ഭരണഘടന നമുക്ക് ഉറപ്പുവരുത്തി നൽകുന്നു എന്നുള്ളതാണ്. സമത്വത്തിനുള്ള അവകാശം പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് കേട്ടോ. അപ്പം നമ്മൾ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് കണ്ടു. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. ദീർഘകാലം വൈദേശിക ആധിപത്യത്തിനു കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് മൗലിക അവകാശത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ പ്രതിഫലിക്കുന്നത് നമ്മൾ ദീർഘകാലമായിട്ട് വിദേശ ആധിപത്യത്തിന് കീഴിലാണ്, അതിൽ നിന്നുമുള്ള രക്ഷപ്പെടലാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ ഇപ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നവയാണ്. ഇതിൽ തന്നെ അനുച്ഛേദം 19 വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ, ആർട്ടിക്കിൾ 19 പ്രകാരം പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നോക്കാം. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 പ്രകാരം 6 മൗലിക അവകാശങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒന്നാമതായിട്ട് അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം 19 പരാമർശിക്കുന്നു. സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(1)(b)യിൽ 19(1)(b) പ്രകാരം നമുക്ക് ലഭിക്കുന്നു. അതായത് നിരായുധരായിക്കൊണ്ട് സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(1)(b) നമുക്ക് നൽകുന്നുണ്ട്. അടുത്തത് സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുവാനുള്ള അവകാശം 19(1)(c) പ്രകാരം നമുക്ക് ലഭിക്കുന്നുണ്ട്.
ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലുടനീളം തന്നെ സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന മൗലികാവകാശത്തിലൂടെ നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇന്ത്യയിലെവിടെയും സ്ഥിരമായി താമസിക്കുന്നതിനുള്ള അവകാശം, സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു, സ്ഥിരമായി താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന പ്രകാരം നമുക്ക് ലഭ്യമാണ്. ഇനി ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നതിലൊക്കെ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം 19(1)(a) പ്രകാരം നമുക്ക് ലഭ്യമാണ്. സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(1)(b) പ്രകാരം ലഭ്യമാണ്. സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ രൂപവൽക്കരിക്കുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ 19(1)(c) പ്രകാരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആർട്ടിക്കിൾ 19(1)(d) പ്രകാരം നമുക്ക് ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകുന്നത് ആർട്ടിക്കിൾ 19(1)(e) ആണ്. ആർട്ടിക്കിൾ 19(1)(f) അല്ല, ആർട്ടിക്കിൾ 19(1)(g) പ്രകാരം, ഇത് തെറ്റിപ്പോരുത് കേട്ടോ, ജി പ്രകാരം ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവയൊക്കെ തുടങ്ങുന്നതിനുമുള്ള അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് അനുശാസിച്ച് നൽകുന്നു. ആർട്ടിക്കിൾ 19(1)(g) ആണ്. ഇവിടെ എഫ് എവിടെ പോയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു ഉത്തരമുണ്ട്. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമായിരുന്നു 19(1)(f)ല്. ഇത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതാണ് 19(1)(f). അങ്ങനെ നമ്മൾ ആർട്ടിക്കിൾ 19 വിശദമായി തന്നെ പഠിച്ചു. ഇവ കൂടാതെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ ആർട്ടിക്കിൾ 20 മുതൽ 22 വരെ പ്രതിപാദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 19 നമ്മൾ പഠിച്ചു. ആർട്ടിക്കിൾ 20 എന്താ? ആർട്ടിക്കിൾ 20 എന്താണ്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണമാണ്. അതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 20 അനുച്ഛേദം 20 പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 21(a)യിൽ പ്രത്യേക ഒരു അവകാശം പറയുന്നുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 21(a) പ്രകാരം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം, എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് നിഷ്കർഷിക്കുന്നത് ആർട്ടിക്കിൾ 21(a) ആണ്. ആർട്ടിക്കിൾ 21(a) പ്രകാരമാണ്. ഇനി ആർട്ടിക്കിൾ 22, അന്യായമായിട്ടുള്ള അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനും എതിരായിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയവുമാണ്. ഇവയെല്ലാം തന്നെ നമുക്ക് എല്ലായ്പ്പോഴും ലഭ്യമാകണം എന്ന് പറയുന്നില്ല. ഇവ നമുക്ക് ചില സാഹചര്യങ്ങൾ യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയവുമാണ് എന്നുള്ള മനസ്സിലാക്കലും നമുക്ക് ഉണ്ടാവണം. അതായത് മൗലിക അവകാശങ്ങൾ അബ്സല്യൂട്ട് അല്ല എന്ന് നമ്മൾ പറയാറില്ലേ, പരിപൂർണമല്ല, അതുപോലെ അൺലിമിറ്റഡുമല്ല, അനിയന്ത്രിതമായി നമുക്ക് ലഭിക്കുന്നതല്ല. ഇവയെല്ലാം വ്യവസ്ഥാ വിധേയമായിട്ടുള്ളവയാണ്. അവയ്ക്കുമേലെ ഗവൺമെന്റിന് യുക്തിപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നവയുമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ 20, 21, 21(a), 22 എന്നിവ മനസ്സിലാക്കി. 21(a) വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസ അവകാശ നിയമം വഴി വിദ്യാഭ്യാസ അവകാശ നിയമം 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21(a) പ്രകാരമാണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസം അവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് PYQ ആണ്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്, അനുച്ഛേദം 21(a) പ്രകാരമാണ്. അതിനുശേഷം ഈ ഒരു നിയമം, വിദ്യാഭ്യാസാവകാശ നിയമം 2009 വിദ്യാഭ്യാസാവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചത്. 2010 ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഈ നിയമപ്രകാരം, ഇതും പ്രധാനപ്പെട്ടതാണ്, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും
സൗജന്യവും നിർബന്ധിതവുമായ ഗുണനിലവാരമുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി നൽകി. ആർട്ടിക്കിൾ 21A ആണ്. 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 2002 ഭേദഗതിയാണ്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിക്കുകയും 2010 ഏപ്രിലിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയും ചെയ്തു. അടുത്തത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ്. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം 2 ആർട്ടിക്കിളുകളായിട്ടാണ് പ്രധാനമായും പറയുന്നത്. 23, 24. 23-ാം അനുച്ഛേദവും 24-ാം അനുച്ഛേദ പ്രകാരമാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള സാമൂഹിക സാഹചര്യം നിലവിലുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, പലതരത്തിലുള്ള വിവേചനങ്ങളും ചൂഷണങ്ങളും ഒക്കെ നിലവിലുണ്ടായിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെയൊക്കെ ഇല്ലാതെയാക്കിക്കൊണ്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം ഉറപ്പു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം എന്ന രീതിയിൽ ഒരു ഭരണഘടന നമുക്ക് മൗലിക അവകാശം എന്നോണം ഇത് ഉറപ്പാക്കി നൽകുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 എന്താണ് ചെയ്യുന്നത്? എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും അത് കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അനുച്ഛേദം 23 പറയുന്നത് എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുന്നു, കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 24 പ്രകാരം, അനുച്ഛേദം 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് 24. ബാലവേല നിരോധനമാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. ബാലവേല നിരോധനം. എന്നാണ് ബാലവേല ദിനം? ലോക ബാലവേല ദിനം എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാണെന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. ലോക ബാലവേല ദിനം എന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ബാലവേല നിരോധനം പറയുന്ന ആർട്ടിക്കിളാണ് അനുച്ഛേദം 24. അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുക മാത്രമല്ല കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്. വളരെ 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 പ്രധാനപ്പെട്ടതാണ് മൗലിക അവകാശങ്ങൾ. ഓരോ ആർട്ടിക്കിളും പ്രധാനപ്പെട്ടതാണ്. എടുത്ത് സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. അപ്പൊ ഇവയെല്ലാം തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അടുത്ത സെറ്റ് ഓഫ് മൗലിക അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സെറ്റ് ഓഫ് മൗലിക അവകാശം എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാലോ അല്ലെ? നമ്മളിത് ആദ്യം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പാക്കി നൽകുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പഠിക്കുന്നത് ഒന്ന് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. രണ്ടാമത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. മൂന്നാമത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25, 28. ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെയാണ്. പിന്നീട് പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29, 30 എന്നിവയാണ് പരാമർശിക്കുന്നത്. അവസാനം നമ്മൾ പറയുന്നത് ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് മൗലിക അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ ആർട്ടിക്കിളുകൾ ഉൾപ്പെടുന്നു? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഉൾപ്പെടുന്നത്. അതായത് ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഒരു വിഭാഗം പ്രകാരം ഇന്ത്യയിലെ ഓരോരുത്തർക്കും സ്വീകാര്യമായിട്ടുള്ള മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിച്ചു നൽകുന്നുണ്ട്. മതം അനുവർത്തിക്കാം, അനുഷ്ഠിക്കാം,
പ്രചരിപ്പിക്കാം ഇതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിച്ചു നൽകുന്നുണ്ട്. ഈ അവകാശം അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഉറപ്പു നൽകുന്നുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒന്നാമത് നമ്മളോട് പറഞ്ഞത് ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമായിട്ടുള്ള മതം അനുവർത്തിക്കാം, അനുഷ്ഠിക്കാം, പ്രചരിപ്പിക്കാം. കൂടാതെ ഇവിടെ ഒന്നുകൂടെ പറഞ്ഞിട്ടുള്ളത് അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഈ ഒരു അവകാശപ്രകാരം ഉൾപ്പെടുന്നുണ്ട്. അടുത്തത് പറയുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയാണ്, തുല്യ സംരക്ഷണമാണ്, തുല്യ സംരക്ഷണവുമാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന ലഭിക്കും, തുല്യ സംരക്ഷണവുമായിരിക്കും ലഭിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ അവകാശങ്ങൾ പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. ഇത് അൺലിമിറ്റഡ് എന്ന രീതിയിലല്ല, എന്തും ചെയ്യാം എന്ന വിധത്തിലല്ല. പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെയൊക്കെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും ഈ പറഞ്ഞ അവകാശങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാകുന്നത്. 25ാമത് ആർട്ടിക്കിൾ പ്രകാരം സ്വതന്ത്രമായിട്ട് ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അത് പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് അവകാശമായി നൽകുന്നുണ്ട് ആർട്ടിക്കിൾ 25. 26 പ്രകാരം മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച് നൽകുന്നു. 27 പ്രകാരം ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ വിപുലീകരണത്തിനോ പരിപാലനത്തിനോ വേണ്ടി ഒരു വ്യക്തിക്കും നികുതി അടയ്ക്കാൻ നിർബന്ധിതരാക്കപ്പെടുന്നില്ല. ഒരു വ്യക്തിയും ഇത്തരത്തിൽ നിർബന്ധിതരാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. 28 പ്രകാരം ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങളൊന്നും തന്നെ നടത്താനോ മതപരമായിട്ടുള്ള ആചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് പരാമർശിക്കുന്നുണ്ട് ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. അപ്പൊ ഇത്തരത്തിൽ മതങ്ങൾക്ക്, എല്ലാ മതങ്ങളെയും തുല്യ സംരക്ഷണത്തോടെ തുല്യ പരിഗണനയോടെ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഇവയെല്ലാം തന്നെ പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത പോലെയുള്ള പൊതുതരത്തിലുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ ആയിരിക്കും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്ത സെറ്റ് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ച് ഏകദേശം ലാസ്റ്റത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഇവിടെ തന്നിട്ടുള്ള ഒരു സംഭാഷണ ശകലം നോക്കാം. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശപ്രകാരമാണോ? അപ്പോൾ ടീച്ചർ പറയണ അല്ല, സൗജന്യ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ളതാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത് ന്യൂനപക്ഷ അവകാശങ്ങൾ, ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവകാശമാണ്. ഇവിടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളിൽ ഇവിടെ നമ്മൾ പറയുന്നത് ന്യൂനപക്ഷ ജനവിഭാഗത്തെ കുറിച്ചാണ്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമുക്കറിയാം, ഇത്ര വലിയ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. വിവിധ തരത്തിലുള്ള ജനങ്ങൾ, മതങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലുണ്ട്. മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിന്റെ സവിശേഷതയാണ്. അപ്പൊ മതപരമായിക്കോട്ടെ, ഭാഷാപരമായിക്കോട്ടെ, സാംസ്കാരികപരമായിക്കോട്ടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ ആരാണ് ഈ ന്യൂനപക്ഷ വിഭാഗം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഏതെങ്കിലും ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ, ഒരു പ്രത്യേക ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെയോ മറ്റ് വിഭാഗങ്ങളെക്കാൾ അവർ എണ്ണത്തിൽ കുറവായിരിക്കും. എണ്ണത്തിൽ കുറവുള്ളവരോ ഇവർ പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമാണെങ്കിൽ അത്തരം ജനവിഭാഗങ്ങളെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നു. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും ഒക്കെ സംരക്ഷിക്കുന്നതിനും അത് വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് ഈ പറഞ്ഞ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളിൽ പരാമർശിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ? നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ന്യൂനപക്ഷത്തെക്കുറിച്ചാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഒന്നും കൂടെ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്ത് വിവിധ തരത്തിലുള്ള ജനങ്ങളുണ്ട്. നമുക്ക് പറയാം ഒരുപാട് വലിയ ആൾക്കൂട്ടമുള്ളതായിരിക്കും നമ്മുടെ മതം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ അല്ലാതെ
ഇല്ലാത്ത, എണ്ണത്തിൽ കുറവ്, പൊതുവെ നമ്മുടെ മറ്റ് വിഭാഗങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യത്ത് എണ്ണത്തിൽ കുറവുള്ള ഒരു ഗ്രൂപ്പ്, ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അവർക്ക് ഒരു പൊതുമതമോ ഭാഷയോ സംസ്കാരമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പിന്തുടരാനായിട്ട് അവരെ സംരക്ഷിക്കുന്ന, അത് പിന്തുടരുന്നതിനായിട്ട് അവരെ സഹായിക്കുന്ന അവരുടെ ഭാഷ, സംസ്കാരം, ലിപി എന്നിവയൊക്കെ സംരക്ഷിക്കാനും അതൊക്കെ വികസിപ്പിക്കുന്നതിനുമായിട്ടുള്ള മാർഗങ്ങളാണ് ഈ പറഞ്ഞ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളിൽ പരാമർശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതിൻ പ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശങ്ങളുണ്ട്, അവകാശം പരാമർശിക്കുന്നുണ്ട്. ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു? അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും സാധിക്കും. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളിൽ ഇത്തരത്തിലുള്ള അവകാശവും പരാമർശിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. ഇവിടെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്താനുമുള്ള അവകാശമുണ്ട്. അതിലൂടെ എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരത്തെ സംരക്ഷിക്കാം, പരിപോഷിപ്പിക്കാനും സാധിക്കും. അടുത്തത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങളാണ്. അവസാനമായിട്ട് നമ്മൾ മൗലിക അവകാശങ്ങളിൽ പഠിക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ചാണ്. ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള അവകാശം പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിലൊന്നാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഈ പറഞ്ഞ അവകാശം എന്താണ്? വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള പരിരക്ഷയിലൊന്നാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾ. നമ്മുടെ ഈ പറഞ്ഞ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോലെ മൗലിക അവകാശങ്ങളുടെ ഒന്നും ലംഘനം, ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പൗരന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കുന്നതിനുള്ള അവകാശം ലഭ്യമാക്കി തരുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പ്രകാരം ഏതൊരു പൗരനും മൗലിക അവകാശങ്ങളുടെ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനാകും. ഇത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതയാണ് ഈ ഒരു വകുപ്പെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചുകൊണ്ട് കിട്ടുന്നതിന് വേണ്ടി ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാം. അതുപോലെ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികളെയും സമീപിക്കാം. PYQസിൽ കണ്ട് നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും. എല്ലാ തവണയും എന്ന പോലെ PSC ചോദിക്കാറുണ്ട്. ഈ 2 ആർട്ടിക്കിളുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാം. അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. ഇങ്ങനെ പൗരരായിട്ടുള്ള നാം ഓരോരുത്തരും സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകളിലൂടെയാണ് മൗലിക അവകാശങ്ങൾ നമുക്ക് പുനഃസ്ഥാപിച്ച് നൽകുന്നത്. അപ്പോൾ എന്താണ് ഈ റിട്ടുകൾ എന്ന് ചോദിച്ചാൽ, മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെ റിട്ടുകൾ എന്ന് പറയുന്നു. റിട്ടുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശം. റിട്ടുകൾക്കുള്ള അവകാശം എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നു. ഇതും PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 32 ആണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദവും ഈ പറഞ്ഞ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 ആണ്. ഡോക്ടർ അംബേദ്കർ തന്നെയാണ് ഇപ്രകാരം ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചിട്ടുള്ളത്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് 32.
മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ 32-നെയാണ്. ആർട്ടിക്കിൾ 32 മൗലിക അവകാശങ്ങളുടെ സർവ്വവിധത്തിലുള്ള സംരക്ഷണവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് പൂർണ്ണമായും പഠിച്ചു. ഇപ്പം നമ്മൾ ഇത്ര നേരം പഠിച്ച മൗലിക അവകാശങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് ഓർത്തെടുക്കാനുള്ള സമയമാണ്. മൗലിക അവകാശങ്ങളിൽ ഒന്നാമത് നമ്മൾ പഠിച്ചത് സമത്വത്തിനുള്ള അവകാശമാണ്. സമത്വത്തിനുള്ള അവകാശം ഏതൊക്കെ അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഉൾപ്പെടുന്നു. 14 എന്താ പറഞ്ഞത്? നിയമത്തിനു മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്ന് പറഞ്ഞു. 15 പ്രകാരം എന്താണ്? ആർട്ടിക്കിൾ 15 നമ്മൾ പറഞ്ഞു വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ ആർട്ടിക്കിൾ 15 പ്രകാരം നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 16 എന്താണ് പറഞ്ഞത്? പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. അവസര സമത്വത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 16 പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം പറഞ്ഞു. അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. അങ്ങനെ സമത്വത്തിനുള്ള അവകാശം നമ്മൾ പഠിച്ചു. ഓർത്തെടുക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി കിട്ടിയില്ല എങ്കിൽ റിവൈസ് ചെയ്ത് ശരിയാക്കിയാൽ മതി. പേടിക്കാനൊന്നുമില്ല. ഇത് ബേസ് ആണ്. കൃത്യമായി പഠിച്ചിരിക്കണം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിക്കുന്ന രീതി മാത്രമേ മാറുള്ളൂ. ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഓക്കെ, രണ്ടാമത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അനുച്ഛേദം 19 മുതൽ 22 വരെയാണ്. ആർട്ടിക്കിൾ 19 ഏറെ പ്രധാനപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 19 അത്രയേറെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് ടെക്സ്റ്റ് ബുക്കിൽ കണ്ട് പഠിച്ചതാണ്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 19(1) പ്രകാരം സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 19(1) പ്രകാരം നിരായുധരായി സമാധാനപരമായ ഒത്തുചേരലിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 19(1) പ്രകാരം സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 19(1) പ്രകാരം ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 19(1) പ്രകാരം ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെ മാത്രമാണ് ഒരു ചേഞ്ച്. ആർട്ടിക്കിൾ 19(1) സ്വത്തവകാശമായിരുന്നു, അത് മാറ്റി. ഏത് ഭേദഗതിയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 19(1) ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. ഈ ആർട്ടിക്കിൾ 19 പരാമർശിച്ചിട്ടുള്ള A to E പിന്നെ F എന്നീ ABCDE അതുപോലെ G ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് തവണ ചോദിക്കുന്നത്, നമുക്കിത് മാറിപ്പോവാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരു കഥ പോലെയോ അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ 20 ആർട്ടിക്കിൾ 20 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 20 പ്രകാരം കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, നോ ജിയോപാഡി. ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യുവാനോ ശിക്ഷിക്കുവാനോ പാടില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മളിത് വലിയ ക്ലാസ്സുകളിൽ കുറച്ചുകൂടി വിശദമായി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഇപ്പോൾ നോക്കേണ്ട, കുഴപ്പമില്ല. ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പരാമർശിച്ചു. ആർട്ടിക്കിൾ 21(a) നമ്മൾ കുറച്ചും കൂടെ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 21(a) വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 22 എന്താണ് പറയുന്നത്? അന്യായമായിട്ടുള്ള അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനും എതിരായിട്ടുള്ള അവകാശം. ഓക്കെ, അപ്പൊ ആ ഒരു സെറ്റും കഴിഞ്ഞു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പിന്നീട് വന്നിട്ടുള്ളത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 23, 24. ആർട്ടിക്കിൾ 23 എന്താ പറഞ്ഞത്? അടിമപ്പണി അല്ലെങ്കിൽ കൂലി നൽകാതെ നിർബന്ധിതമായിട്ടുള്ള വേല ചെയ്യിപ്പിക്കൽ, മനുഷ്യ വ്യാപാരം, മനുഷ്യ കച്ചവടം, അടിമകളാക്കി വിൽക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഭരണഘടനാപരമായി നിരോധിച്ചിരിക്കുന്നു എന്നാണ് ആർട്ടിക്കിൾ 23 പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനമാണ് പറഞ്ഞിട്ടുള്ളത്. ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24 പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ് എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ, മറന്നുപോകല്ലേ. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്
അതൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ചൂഷണത്തിനെതിരായ അവകാശങ്ങളും പൂർത്തിയായി. പിന്നീട് നമ്മൾ പറഞ്ഞത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അനുച്ഛേദം 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത്. 25 ആർട്ടിക്കിൾ 25 പ്രകാരം സ്വതന്ത്രമായിട്ട് ഏതൊരു മതത്തിലും വിശ്വസിക്കുന്നതിനും ആ ഒരു മതത്തെ ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ആർട്ടിക്കിൾ 25 പറയുന്നു. ആർട്ടിക്കിൾ 26 മതവിഭാഗങ്ങൾക്ക് ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 27 പ്രകാരം ഒരു തരത്തിലുള്ള നികുതി അടയ്ക്കാൻ ഈ പറഞ്ഞ മതത്തിന്റെയോ മതവിഭാഗത്തിന്റെയോ വിപുലീകരണത്തിനോ മതപരിപാലനത്തിനോ വേണ്ടി നികുതി അടയ്ക്കണം എന്ന് പറയാൻ പാടില്ല. ഇത്തരത്തിൽ നികുതി അടയ്ക്കാൻ നിർബന്ധിതരല്ല ഒരു വ്യക്തിയും എന്ന് പറയുന്നു. 28 പ്രകാരം ഗവൺമെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ മത ആചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പിന്നീട് നമ്മൾ പറഞ്ഞത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളാണ്. ആർട്ടിക്കിൾ 29, 30. ഇവിടെ നമ്മൾ എടുത്ത് പറഞ്ഞ കാര്യമുണ്ട്. എന്താണ് മൈനോറിറ്റി, അല്ലെ? മൈനോറിറ്റി, ന്യൂനപക്ഷം. നമ്മൾ ന്യൂനപക്ഷം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത്, ഭാരതത്തിന്റെ ഭൂപ്രദേശത്തോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ താമസിച്ചു വരുന്ന പൗരന്മാരിൽ, ഒരു ചെറിയ വിഭാഗം പൗരന്മാരിൽ, ഒരു പ്രത്യേക വിഭാഗം പൗരന്മാരിൽ ഭിന്നമായിട്ടുള്ള ഒരു ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായിട്ടുള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുന്നതിനുള്ള അവകാശം ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. ഇതിൽ എടുത്തു പറയുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 29 കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ആർട്ടിക്കിൾ 29. ഇനി ആർട്ടിക്കിൾ 30 എന്താ പറയുന്നേ? മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 30. മത ന്യൂനപക്ഷമാവട്ടെ ഭാഷാ ന്യൂനപക്ഷമാകട്ടെ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു ആർട്ടിക്കിൾ 30. പിന്നീട് നമ്മൾ പറഞ്ഞത് അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ പൂർത്തിയായി. ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് പിന്നീട് നമ്മൾ കണ്ടത്, അല്ലെ? ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങൾ. ഇവിടെ ഈ പറഞ്ഞ മൗലിക അവകാശങ്ങളുടെ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പൗരന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാം. സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ്. വേറെ കോടതികളിലേക്കൊന്നും പോകേണ്ട, അല്ലെങ്കിൽ നീതി തേടി അലയേണ്ട ആവശ്യമില്ല. നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന അവകാശമാണ്. മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ലംഘനം ഉണ്ടായാൽ ഒരു പൗരന് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് ഉറപ്പ് നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 32. ഇവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പാണ് ആർട്ടിക്കിൾ 32, ഹൃദയവും ആത്മാവും. അതുപോലെ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് അറിയപ്പെടുന്ന അനുച്ഛേദം എന്നുകൂടി അംബേദ്കർ ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ആർട്ടിക്കിളിനെ മറ്റ് പല പണ്ഡിതരും വിവിധ തരത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവയും PSC ചോദിക്കാറുണ്ട്. നമ്മൾ ഇവിടെ പരാമർശിച്ചത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് മൗലിക അവകാശം. അപ്പൊ ഈ ഒരു 32ാമത് ആർട്ടിക്കിള് മൗലിക അവകാശങ്ങളുടെ സർവ്വവിധ സംരക്ഷണവും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവസാനമായിട്ട് ഇത്തരത്തിൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നോണം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ ചാപ്റ്ററിൽ ഇത്രയല്ല, ബാക്കി ഇനിയുണ്ട്. നമുക്ക് റിട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ താഴേക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ എന്നിവ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ക്ലാസ് ഇന്ന് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ശബ്ദത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ചെറിയൊരു പനി പോലത്തെ ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇന്നിവിടെ നമ്മൾ ക്ലാസ് നിർത്തുകയാണ്. മറ്റ് ഭാഗങ്ങൾ, ഈ ഒരു ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പൂർത്തിയാക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കാം കേട്ടോ.